അറിഞ്ഞിട്ടില്ല, ഭവാൻ അറിഞ്ഞിട്ടില്ല. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും ഈ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേര് ദോഷം. ഈ അവസ്ഥയാണ് സത്യത്തിൽ ഇപ്പൊ നമ്മുടെ സർക്കാരിന്. നിലനിന്ന് പോണമെങ്കിൽ മദ്യം തന്നെ ശരണം. എന്നാ റിയാസിക്ക സ്വപ്നം കാണുന്ന കിനാശ്ശേരിയിൽ മദ്യപ്പുഴ ഒഴുക്കിയാലും എക്സൈസ് മന്ത്രിക്ക് അതിൽ യാതൊരു റോളും ഇല്ലത്രേ. വകുപ്പ് ഏതെന്നുള്ളത് ഒരു പ്രശ്നമേ ഇല്ല. എല്ലാം കാശ് മുക്കാനൊരു വഴി എന്ന് മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വരുമോന്റെ ഇഷ്ടം. ബാർക്കോഴ വിവാദം ആദ്യ ദിനം തന്നെ 25 കോടി ക്ലബിൽ കയറിയതോടെ ടൂറിസം മന്ത്രിയെ കൊണ്ട് എക്സൈസ് വകുപ്പിന് ഇത്രയൊക്കെ സാധിക്കുമോ എന്ന ആശ്ചര്യത്തിലാണ് നമ്മുടെ എക്സൈസ് മന്ത്രി രാജേഷ് അണ്ണൻ. മാറ്റാൻ പറ്റുന്ന ഒന്ന് വാക്ക് മാത്രമായതുകൊണ്ട് തലേ ദിവസം മദ്യനയത്തെ പറ്റി പ്രാഥമിക ആലോചന പോലും ഞങ്ങൾ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ രാജേഷ് അണ്ണൻ പിറ്റേ ദിവസം വന്ന് മദ്യനയത്തെ പറ്റി അറിയാൻ വേണ്ടി ഒരു സൂം മീറ്റിംഗ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് കള്ളങ്ങൾ ഉള്ളത് കൊണ്ട് അല്ല, ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മറന്നതാകാം അല്ലേ. അതുകൊണ്ടാകാം വൈകുന്നേരം ആയപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞ് അങ്ങ് കൈയൊഴിഞ്ഞത്. അല്ല, കൈയൊഴിഞ്ഞാലും കാലൊഴിഞ്ഞാലും ഇവിടെ ഒരു പ്രതിപക്ഷമുള്ള സ്ഥിതിക്ക് ഒരിക്കൽ ഇതേ കേസിൽ അവരെ വാദോരാതെ ക്രൂശിച്ച സ്ഥിതിക്ക് അവർക്കും ചിലത് പറയാനുണ്ടായിരിക്കുമല്ലോ, അല്ല ചോദിക്കാനുണ്ടായിരിക്കുമല്ലോ. ഒരു നീണ്ട ചോദ്യങ്ങളുടെ നിരയുമായാണ് നിങ്ങളെ വെള്ളം കുടിപ്പിക്കാനായി നമ്മുടെ VD സതീശൻ രംഗത്തെത്തിയത്. ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്? 2, എന്തിനാണ് ടൂറിസം വകുപ്പ് അൺനെസസറി ഹേസ്, അനാവശ്യമായ ധൃതി കാണിച്ചത്? 3, 2 മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ? 5, KM മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല? 6, 2 മന്ത്രിമാർക്കെതിരായും 2 വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുന്നത്? ഇതാണ് ചോദ്യം. സർക്കാർ പറയണം മറുപടി. തീർന്നിട്ടില്ല കേട്ടോ, മറുപടി പറഞ്ഞേ മതിയാകും. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളെ പറ്റിയും അറിയാതെ പോയ ഒരു നിഷ്കുവാണ് നമ്മുടെ മുഖ്യൻ. ഇപ്പൊ അവസാനം പറഞ്ഞു വെക്കുന്നത് പോലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നതൊന്നും മന്ത്രിമാർ അറിയുന്നില്ല, മന്ത്രിമാർ ചെയ്യുന്നതൊന്നും മുഖ്യനും അറിയുന്നില്ല. പക്ഷെ മുഖ്യൻ ചെയ്യുന്നതെല്ലാം നാട്ടുകാർ അറിയുന്നുണ്ട് കേട്ടോ, അല്ല അനുഭവിക്കുന്നുണ്ട് കേട്ടോ. മരുമോന് വേണ്ടി ന്യായങ്ങളും കൊണ്ട് മുഖ്യൻ എത്തുന്നതിന് മുൻപേ വീണ്ടും മലക്കം മറിഞ്ഞ് ബാർക്കോഴ നേതാവ് അനിമോൻ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി. നയം മാറ്റാനല്ലത്രേ പണം ചോദിച്ചത്. ശബ്ദം തൻ്റേത് തന്നെയാണ്, പക്ഷെ പറഞ്ഞതൊന്നും തനിക്ക് ഓർമ്മയില്ലത്രേ. ആ ശബ്ദം ഒന്ന് കേൾപ്പിച്ചാ പോരെ ഓർമ്മ വരാനെന്ന് ജനങ്ങളും ചോദിക്കുന്നുണ്ട്. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക, ഈ എക്സൈസ് വകുപ്പിൽ ടൂറിസം മന്ത്രിക്ക് എന്താ ഇത്ര ഇൻട്രസ്റ്റ്? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും നെതർലൻഡിൽ നിന്നുമൊക്കെ വിമാനം ചാർട്ട് ചെയ്തു വരുന്ന സായിപ്പന്മാർ 1-ാം തീയതി മദ്യം കിട്ടില്ലെന്ന് കരുതി ഗോവയ്ക്ക് പോയാലോ എന്നോർത്താണോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഇത്ര ആദി? അതെ, അതാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ അവിടേക്കാണ് ചോദിക്കേണ്ടത്. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിപ്പോൾ എല്ലാത്തിനും മറുപടി ഒരു ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ പറയുക. എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? അതെ, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ എനിക്ക് മറുപടി പറയാൻ എവിടുന്നാ സമയം? ഏതൊക്കെ വകുപ്പാണ് എനിക്കുള്ളത്? റോഡ് ടൂറിസം, തോട് ടൂറിസം, ആഭ്യന്തര ടൂറിസം, ധനകാര്യ ടൂറിസം, ആരോഗ്യ ടൂറിസം, ബാർ ടൂറിസം, കോഴ ടൂറിസം, വീട് ടൂറിസം, പൊതുമരാമത്ത് ടൂറിസം. ഏതെല്ലാം വകുപ്പാണ് എൻ്റെ കയ്യിലൂടെ പോകുന്നത്? അപ്പോൾ പിന്നെ എവിടുന്ന് സമയം? രാജേഷ് അണ്ണൻ ടൂറിന് പോയ സമയത്ത് തന്നെ റിയാസ് അണ്ണൻ പെട്ടതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇനിയിപ്പോൾ ആകെയുള്ള സൊല്യൂഷൻ രാജേഷ് അണ്ണൻ തിരികെ വരുമ്പോൾ അതേ ഫ്ലൈറ്റിൽ തന്നെ ഒന്ന് കയറിയിട്ട് തിരികെ വരുന്നതായിരിക്കും. അല്ല, എക്സൈസും ടൂറിസവും തമ്മിൽ ലയിപ്പിച്ച സ്ഥിതിക്ക് ബാക്കി ടൂറിന് റിയാസ് അണ്ണൻ പോയിട്ട് വരുന്നതായിരിക്കും നല്ലത്.